ഇന്ന് വൈകുന്നേരം കോളേജും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല വെയിലെല്ലാം ഉണ്ടേനെ. അങ്ങനെ ഒരു പെട്ടിക്കട എൻ്റെ അടുത്ത് സൈഡാക്കി. എന്തെങ്കിലും വെള്ളം കുടിക്കാമെന്ന് വെച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഉപ്പിലിട്ട ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടേനും. ഒരു നെല്ലിക്ക കഴിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം നെല്ലിക്ക കണ്ടേരാ മനസ്സിലായി ഇപ്പോൾ അടുത്ത് ഉപ്പിലിട്ടാന്ന്. പോകാൻ നോക്കുമ്പോൾ ചേച്ചി വിളിച്ച് പറഞ്ഞ് മോനെ വേറെ നെല്ലിക്ക ഉണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അടിപൊളി നെല്ലിക്ക വന്നു. അന്നേരം അന്ന് നാടൻ മോര് ശ്രദ്ധയപ്പെട്ടെ. ഒരു ഗ്ലാസ് മോര് കുടിക്കാമെന്ന് വെച്ചു. ചേച്ചി സ്നേഹത്തോടെ ഒരു ഗ്ലാസ് മോര് എടുത്തു തന്നു. അടിപൊളി മോര് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്നത് ഈ രുചി. ഇവിടെ മോരും നെല്ലിക്കയും മാത്രമല്ല, പൈനാപ്പിളും മാങ്ങയും ക്യാരറ്റും എല്ലാം ഉപ്പിലിട്ടതുണ്ടേ. അപ്പോൾ ഈ വഴി പോകുന്നവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ധർമ്മശാലക്ക് നിന്ന് പറശ്ശിനിക്കടവിലേക്ക് പോകുമ്പോൾ സ്നേക്ക് പാർക്ക് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കടയാണ് കേട്ടോ. തിരിച്ച് പറശ്ശിനിക്കടവ് നിന്ന് വരുന്നതാണെങ്കിൽ അമ്മയും കുഞ്ഞും ആസ്പത്രി കഴിഞ്ഞിട്ട് എടുത്തു ഭാഗത്തും. ഈ ചേച്ചീനെ കണ്ട എന്ത് നിഷ്കളങ്കതയല്ലേ. ചന്ദ്രമതി എന്നാണ് കേട്ടോ ചേച്ചീൻ്റെ പേര്. 15 കൊല്ലമായി പോലും ഈ കടയുടെ ഇട്ടിട്ട്. ചേച്ചി രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. മുല്ലക്കൊടി പാലത്തിനടുത്ത് ആ വീട് എന്ന് പറഞ്ഞു. അങ്ങനെ 8 മണിക്ക് ഇറങ്ങിയിട്ട് തളിപ്പറമ്പ് ടൗണിലെല്ലാം പോയി പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് 10 മണിക്ക് അവൻ്റെ കട തുറക്കുക. 5 മണി വരെ ഉണ്ടാവും. എങ്ങനെയാണ് പോക്ക് വരവെന്ന് വെച്ചാലും പറഞ്ഞ് ഈ സ്കൂട്ടിയിലാന്ന് പറഞ്ഞു. അന്നേരം എനിക്കൊരു അഭിമാനം തോന്നി. ഈ പ്രായത്തിൽ ചേച്ചി സ്കൂട്ടിയിലെടുത്ത് അധ്വാനിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ ചേച്ചി ആകെ ഒരു സങ്കടം പറഞ്ഞത്, ഇത്രയും തണലും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിട്ടും ആൾക്കാരെല്ലാം ആ വെയിലുള്ള കടയിലും അപ്പുറം ഇപ്പുറം പോയിട്ടാണ് കുടിക്കുന്നത്. ഇവിടെ അങ്ങനെ അധികം ആൾ വരാറില്ല എന്ന്. ഞാൻ പറഞ്ഞ ചേച്ചി ഒന്നും പേടിക്കണ്ട, ഈ വീഡിയോ എല്ലാം വരുമ്പോഴേക്ക് എല്ലാം സെറ്റാവും. ചേച്ചീൻ്റെ കച്ചവടമെല്ലാം പൊട്ടി പഠിക്കും. അപ്പോൾ എല്ലാവരും ചന്ദ്രമതി ചേച്ചീനെ സപ്പോർട്ട് ചെയ്യാം. ബൈ.